ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരള സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിലാണ്. വളരെ അതിമനോഹരമായ ഒരു മ്യൂസിയമാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രിയദർശിനി പ്ലാനറ്റോറിയം എന്നു പേരുള്ള ഈ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം. രാവിലെ ഇവിടെ ഓപ്പണിംഗ് ആവും. ഓരോ ദിവസവും 4-5 ഷോസ് ഉണ്ട്. ഓരോ ഷോയ്ക്കും ചാർജ് ഉണ്ട്. 30, 50, 80 രൂപ നിരക്കിലൊക്കെയാണ് ചാർജുകൾ ഈടാക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയാണ്. അപ്പോൾ അരമണിക്കൂറും 15 മിനിറ്റും ഇടവിട്ടാണ് ഷോകൾ നടത്തുന്നത്. ഷോകൾക്ക് അകത്ത് നമുക്ക് എല്ലാ ഷോകളും ക്യാമറയിൽ പകർത്താൻ പറ്റത്തില്ല. അതിനൊരു ലിമിറ്റേഷൻ, അതായത് ഇവിടെ ക്യാമറ എല്ലായിടത്തും അലൗഡ് അല്ല. അപ്പോൾ പറ്റുന്നതൊക്കെ ഞങ്ങൾ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ടിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ടൈം ഉള്ളത്. ആ സമയം വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷോകൾ സെലക്ട് ചെയ്ത് കാണാം. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഷോ കാണണമെങ്കിൽ വീണ്ടും നമുക്കൊന്ന് ടിക്കറ്റ് എടുക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനും മനസ്സിലാക്കാനുമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൗരയൂഥത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ഭൂമിയെയും ഉപഗ്രഹങ്ങളെയും കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവുകൾ ലഭിക്കും. സ്കൂൾ കുട്ടികൾക്കും ഫാമിലിയായിട്ടും വന്ന് കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇവിടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവുകൾ പകർന്നു നൽകുന്ന മ്യൂസിയമാണ് നമ്മുടെ പ്രിയദർശിനി പ്ലാനറ്റോറിയം. അപ്പോൾ നമ്മൾ ക്യാമറയിലൂടെ കാണുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാനുമൊക്കെ കഴിയുന്നത് നമ്മളിവിടെ വരുമ്പോഴാണ്. അതിൻ്റെ സുഖം വേറൊന്നും തന്നെയാണ്. അപ്പോൾ ഉറപ്പായും നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ PMG ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് പ്ലാനറ്റോറിയം കൂടാതെ ത്രിമാന സിനിമാ പ്രദർശന കേന്ദ്രവും ത്രില്ലേറിയം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവും ശാസ്ത്ര പാർക്ക്, ലേസർ പ്രദർശന കേന്ദ്രവും ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ജനറൽ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1984 തുടങ്ങിയ സ്വയംഭരണ സ്ഥാപനമാണിത്. പൊതുജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ശാസ്ത്രബോധവും ശാസ്ത്രത്തെ ജനകീയമാക്കാൻ വേണ്ടിയാണ് ഈ കേന്ദ്രം തുടങ്ങിയത്. രാത്രിയിലെ ആകാശ നിരീക്ഷണത്തിനായി ഒരു മുഴുവൻ സ്വയം നിയന്ത്രിതമായ ഒരു ടെലസ്കോപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ടെലസ്കോപ്പിലൂടെ നമുക്ക് ആകാശ നിരീക്ഷണം കാണണമെങ്കിൽ നമ്മൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് വരേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന ദിവസം ഇതില്ലായിരുന്നു, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനിയൊരു ദിവസം ഇതിനായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, വ്യാഴവും വെള്ളിയും ദിവസങ്ങളിൽ ആകാശ നിരീക്ഷണം ഉള്ളൂ. അപ്പോൾ ആ ദിവസം നോക്കി വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ തിങ്കളാഴ്ച മ്യൂസിയം അവധിയാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഒരു 10 ഗ്യാലറികളുണ്ട്. അപ്പോൾ ഈ 10 ഗ്യാലറികളിലും ഓരോ പ്രദർശനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 300 പ്രദർശന വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഗാലറിയിലും ശാസ്ത്രത്തിൻ്റെ ഓരോ പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണുള്ളത്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഓട്ടോമൊബൈൽ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കും പ്രത്യേകം ഗാലറികളുണ്ട്. ജനകീയ ശാസ്ത്രത്തിന് പ്രത്യേകം ഗാലറികളുണ്ട്. കൂടാതെ സൗരോർജ്ജം, ഗണിതം, കമ്പ്യൂട്ടർ സയൻസ്, സ്പേസ് സയൻസ് എന്നിവയാണ് മറ്റു ഗാലറികളിലുള്ളത്. അപ്പോൾ ശാസ്ത്രം ജനകീയമാക്കാനുള്ള ശ്രമങ്ങൾ പ്ലാനറ്റോറിയം നടത്തുന്നുണ്ട്. കൂടാതെ രാത്രിയിലെ ആകാശ നിരീക്ഷണത്തിനായിട്ടുള്ള ടെലസ്കോപ്പ് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് സ്വയം നിയന്ത്രിതമായിട്ടുള്ള ടെലസ്കോപ്പാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ വേനലവധി കാലത്തും സ്കൂൾ കുട്ടികൾക്കായിട്ട് ഓരോ ക്രിയേറ്റീവ് സയൻസ് വർക്ക്ഷോപ്പും നടത്തി വരുന്നുണ്ട് ഇവിടെ. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകളിലെ കുട്ടികളെ തീർച്ചയായും ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്നാണ്. വാട്ടർ തീം പാർക്കിലൊക്കെ പോകുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ ഇതൊക്കെ കാണിക്കുന്നത്. 1997 ഇവിടെ കുട്ടികളുടെ ശാസ്ത്രോദ്യാനം തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെ എനർജി പാർക്കുണ്ട്, എനർജി ബോളുണ്ട്. അങ്ങനെ ഒരുപാട് തരം കുട്ടികൾക്ക് കളിക്കേണ്ട കളിക്കോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. ശാസ്ത്ര ഉദ്യാനത്തിലാണെങ്കിൽ ഒരുപാട് തരം ഔഷധ സസ്യങ്ങളും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. പല ടൈപ്പിലുള്ള മരങ്ങളും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം ഔഷധ സസ്യങ്ങളൊക്കെ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വംശനാശം സംഭവിച്ച അനിമൽസിൻ്റെയൊക്കെ പ്രതിമകളൊക്കെ ഇവിടെയുണ്ട്. ഇതെല്ലാം നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരണം. പാർക്കിനും ചെറിയൊരു ഫീ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഓരോ ആക്ടിവിറ്റി ചെയ്യാനൊക്കെ ഈ പാർക്കിലുള്ള എല്ലാ സൗകര്യങ്ങളും
കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആളില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കുട്ടികൾ വന്ന്. അപ്പോൾ 2 പേർക്ക് ഇവിടെ നിന്ന് വരാനേ മനസ്സിലായിരുന്നു. ആദ്യം സേതുവിന് ഓരോന്നിൽ കയറാനൊക്കെ നല്ല പേടിയായിരുന്നു. പിന്നീട് ഒറ്റയ്ക്ക് തന്നെ എല്ലാത്തിലും വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവന്ന സേതുവിന് എല്ലാത്തിനും കയറാൻ പേടിയായിരുന്നു. പക്ഷേ ആദ്യം വന്ന ആ സമയത്തുള്ള പേടികൾ പിന്നെ എല്ലാം സ്വന്തമായിട്ട് കയറുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.